പിശാചുക്കൾ ലോകത്തിന്റെ തുടക്കം മുതലേ ഈ ഭൂമിയുടെ ആരംഭം മുതലേ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയ ഒരു വരമുണ്ട്. അള്ളാഹുവേ റബ്ബി അൻളിർനി ഇലാ യൗമി യുബഅസൂൻ, അള്ളാഹുവേ ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ എനിക്ക് അവസരം നൽകണം അല്ലാഹ്. അള്ളാഹു പറഞ്ഞു ഇന്നക മിനൽ മുൻളരീൻ, ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ നിനക്ക് അവസരം തരാം. അപ്പോഴാണ് പിശാചുക്കൾ പറയുന്നത് ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. അല്ലാഹുവേ ഒരാളെയും നന്നാവാൻ ഞാൻ സമ്മതിക്കൂല. അവരുടെ മുന്നിലും പിന്നിലും രണ്ട് ഭാഗങ്ങളിലും ഞാൻ നിരന്തരമായി റോന്ത് ചുറ്റിക്കൊണ്ട് ഞാൻ അവരെ വഴികേടിലേക്ക് നയിക്കും. നന്മ ചെയ്യാൻ ഞാൻ ഒരാൾക്കും അവസരം നൽകൂല. വലാ തജിദു അക്സറഹും ഷാകിരീൻ, ലോകത്തുള്ള ബഹുഭൂരിഭാഗം ആളുകളും നിനക്ക് ശുക്ർ ചെയ്യൂല, നിനക്ക് നന്ദി ചെയ്യൂല. കാരണം ഞാൻ അവരെ നന്ദി ചെയ്യാൻ അനുവദിക്കൂല എന്ന് അള്ളാഹുവിനോട് പിശാച് ചോദിച്ചു വാങ്ങിയതാണ്. അള്ളാഹു സമ്മതം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ പിശാചുക്കളെ റമളാനായാൽ അള്ളാഹു കെട്ടിയിടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അള്ളാഹു അങ്ങനെ കെട്ടിയിട്ടാൽ നമ്മൾക്ക് അമല് ചെയ്യാൻ എളുപ്പമല്ലയോ? വസ്വാസ് ഉണ്ടാക്കാൻ പിശാചുണ്ടാവൂല, ഫസാദ് ഉണ്ടാക്കാനും മടിയുണ്ടാക്കാനും അലസതയുണ്ടാക്കാനും പിശാചുണ്ടാവൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ പ്രത്യേകത പിശാചിനെ അകറ്റി നിർത്തി എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പിശാച് നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറാതിരിക്കാൻ പട്ടിണി കിടന്നുകൊണ്ട് പിശാചിന്റെ വഴികളെ നിങ്ങൾ അടച്ചു വെക്കണം എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. പിശാച് കയറിക്കൂടാത്ത ശരീരങ്ങളില്ല. ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം, എവിടെയൊക്കെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ടോ, രക്തയോട്ടം നടക്കുന്നുണ്ടോ, ഞരമ്പുകളിൽ എവിടെയൊക്കെ രക്തമോടുന്നുണ്ടോ, ആ രക്തയോട്ടം നടക്കുന്ന സ്ഥലങ്ങളിൽ പിശാച് കയറിക്കൂടുമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹ്. അതുകൊണ്ട് പിശാച് ശരീരത്തിലേക്ക് കയറാതിരിക്കാൻ പട്ടിണി കിടക്കണം. പട്ടിണി കിടന്നാൽ പിശാചിന് കയറാൻ കഴിയില്ല. തീറ്റ കൂടുന്നതിനനുസരിച്ച്, തീറ്റ വർദ്ധിക്കുന്നതിനനുസരിച്ച് പിശാചിന്റെ സങ്കേതമായി, പിശാച് സംഗമിക്കുന്ന സ്ഥലമായി നമ്മുടെ ശരീരം മാറുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് പരിശുദ്ധമായ റമളാനിനെ തീറ്റയുടെ മാസമാക്കി മാറ്റാതെ പ്രിയപ്പെട്ടവരെ ഒരൽപ്പം തിന്നുക. മറ്റുള്ള മാസങ്ങളിൽ തിന്നുന്നതിന്റെ പകുതിയെങ്കിലും കുറക്കാനാ ശ്രമിക്കേണ്ടത്. അതല്ലാതെ മറ്റുള്ള മാസങ്ങളുടെ ഇരട്ടി തിന്നാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. മറ്റുള്ള മാസങ്ങളിൽ നിങ്ങൾ ഒരു 5 പത്തിരി തിന്നാറുണ്ടെങ്കിൽ ഈ മാസമായാൽ ഒരു 2.5 പത്തിരിയിലേക്കെങ്കിലും ചുരുക്കണേ പ്രിയപ്പെട്ടവരെ. അതല്ലാതെ നോമ്പ് തുറക്കുമ്പോഴും നോമ്പ് മുറിക്കുമ്പോഴും തറാവീഹ് കഴിഞ്ഞു വന്ന് അത്താഴത്തിന്റെ സമയത്ത് അങ്ങനെ മറ്റുള്ള ദിവസങ്ങളിൽ തിന്നുന്നതിനേക്കാളും കൂടുതൽ തിന്നലല്ലോ റമളാൻ. മറ്റുള്ള മാസങ്ങളെക്കാളും കൂടുതൽ ചെലവല്ലയോ റമളാനിൽ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. മറ്റുള്ള മാസങ്ങളെക്കാളും കൂടുതൽ ചെലവ് എന്തുകൊണ്ടാ നമ്മുടെ റമദാനിൽ നമ്മൾക്ക് വരുന്നത്? മറ്റുള്ള മാസങ്ങളിൽ 10,000 ആണെങ്കിൽ റമദാൻ ആയാൽ അതെന്തേ 15,000 ആകുന്നത്? അതിന്റെ അർത്ഥം തിന്നുന്നു എന്നല്ലേ? തിന്നാനുള്ള മാസമാക്കി നമ്മൾ ഈ റമദാനിനെ കാണുന്നു എന്നല്ലേ? അങ്ങനെ തിന്നുന്ന മാസമാക്കി ഈ റമദാനിനെ നമ്മൾ സ്വീകരിച്ചാൽ നോമ്പ് പോലും സ്വീകരിക്കപ്പെടൂല എന്ന് ഇമാമുനാ ഗസാലി തങ്ങൾ പറയുന്നുണ്ട്. നോമ്പ് പോലും അല്ലാഹു സ്വീകരിക്കൂല. നോമ്പ് തുറക്കുന്ന സമയത്ത് ഹലാലായ ഭക്ഷണം വയറ് നിറയെ കഴിക്കുന്നവരാളുടെ നോമ്പ് പോലും അല്ലാഹു സ്വീകരിക്കൂല എന്ന് ഗസാലി ഇമാം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് നോമ്പെടുക്കുന്നത്? കണ്ണ് നമ്മൾ സൂക്ഷിക്കുന്നില്ല, ചെവി സൂക്ഷിക്കുന്നില്ല, നാവ് സൂക്ഷിക്കുന്നില്ല, കൈകാലുകൾ സൂക്ഷിക്കുന്നില്ല. അതിനേക്കാളൊക്കെ പുറമെ മറ്റുള്ള മാസങ്ങളെക്കാളും ഡബിളാണ്, ഇരട്ടിയാണല്ലോ നമ്മൾ തിന്നുന്നത്. ഈ റമദാൻ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സ്വീകരിക്കുന്നത്? അതുകൊണ്ട് മക്കളോട് തിന്ന് തിന്ന് എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിക്കാതെ അവർക്കൊരൽപ്പം കൊടുത്ത് അവരുടെ തീറ്റയിൽ ഒരു ചിട്ടയുണ്ടാക്കാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ തയ്യാറാവണം. അവരോട് തിന്നാനല്ല പറയേണ്ടത്,
തീറ്റ കുറക്കാനാ പറയേണ്ടത്. തീറ്റ കുറച്ചതിന്റെ പേരിൽ ഒരാളുടെ ആരോഗ്യവും ഇവിടെ നഷ്ടപ്പെടൂല. എന്നാൽ തീറ്റ വർദ്ധിച്ചതിന്റെ പേരിലാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്, മടിയന്മാരാകുന്നത്, അലസന്മാരാകുന്നത്, അവരുടെ ബുദ്ധിശക്തി നഷ്ടപ്പെടുന്നത്, അവരുടെ കഴിവ് നഷ്ടപ്പെടുന്നത്, അവർ വെറും മടിയന്മാരായി മാറുന്നത് തീറ്റ വർദ്ധിക്കുന്നത് കാരണത്താലാണ്. രോഗികളായി മാറുന്നതും തീറ്റ വർദ്ധിക്കുന്നത് കാരണത്താലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാനിൽ ചെലവ് ചുരുക്കാനാ ശ്രമിക്കേണ്ടത്, തീറ്റ കുറക്കാനാ ശ്രമിക്കേണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മൾ തീറ്റ കൺട്രോൾ ചെയ്തു, നോമ്പെടുത്തു, രാത്രിയിലും ഒരൽപ്പം നിലനിൽപ്പിന് വേണ്ടി മാത്രമേ നമ്മൾ കഴിക്കുന്നുള്ളൂ. പിശാചിനെ അല്ലാഹു ഓൾറെഡി കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് നന്മ ചെയ്യാനുള്ള ആവേശം നമ്മൾക്കുണ്ടാകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നിർബന്ധമായും റമളാനിൽ അത്താഴം കഴിക്കണം. തസഹറു ഫഇന്ന ഫീഹി ബറക. നിശ്ചയമായിട്ടും അത്താഴത്തിൽ ബറക്കത്തുണ്ട്. അത്താഴം കഴിക്കാതെ നോമ്പെടുക്കരുത്. അത് ആഫിയത്തിനും ആരോഗ്യത്തിനും തലച്ചോറിനുമുള്ള ഭക്ഷണമാണ്. അത്താഴം ചെറിയതെങ്കിലും കഴിക്കാതെ നിങ്ങൾ നോമ്പെടുക്കാൻ പാടില്ല. തറാവീഹ് കഴിഞ്ഞ് മൂക്കറ്റം വരെ തിന്നിട്ട് ഇനി അത്താഴത്തിന് എന്നെ വിളിക്കരുതേ എന്ന് പറഞ്ഞ് കിടന്നുറങ്ങരുതേ. തറാവീഹ് കഴിഞ്ഞ് നിങ്ങൾ ഒരൽപ്പം കഴിക്കുക, അല്ലെങ്കിൽ കഴിക്കാതിരിക്കുക. അത്താഴത്തിന് നിർബന്ധമായും എണീറ്റ് എന്തെങ്കിലും ഒരൽപ്പം മൂക്കറ്റം വരെ തിന്നാനല്ല, എന്തെങ്കിലും ഒരൽപ്പം തിന്നണം. അത് ബറക്കത്താണ്. അത് നിങ്ങളുടെ ബ്രെയിനിനുള്ള ഭക്ഷണമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കരുത്, അത് ബ്രെയിനിനുള്ള ഭക്ഷണമാണെന്ന് ആരോഗ്യശാസ്ത്രം പറയുന്നുണ്ടല്ലോ. ഫുഡുമായി ബന്ധപ്പെട്ട, ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബിതങ്ങളും പറഞ്ഞത് അതേപോലെയാണ്. തസഹറു ഫഇന്ന ഫീഹി ബറക. നിങ്ങൾ നിങ്ങളുടെ അത്താഴത്തിൽ ബറക്കത്തുണ്ട്, അതൊഴിവാക്കരുതേ, മടിയന്മാരായി ഉറങ്ങരുതേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. 5 പ്രത്യേകതകളിൽ മൂന്നാമത്തേത് പിശാചിനെ കെട്ടിയിടുമെന്നാണ്. 4ാമത്തെ പ്രത്യേകത, അല്ലാഹു തആല സ്വർഗ്ഗത്തോട് പറയുമത്രേ, തസയ്യനീ, ദിവസവും നല്ല മണിയറ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ. ഉറൂസുകൾ വരുമ്പോൾ, നബിദിനം വരുമ്പോൾ നമ്മുടെ വീടുകളെ ഡെക്കറേറ്റ് ചെയ്യുന്നത് പോലെ, ഒരു വീട് കുടിയിരിക്കലിനും കല്യാണത്തിനും നമ്മുടെ വീട് അലങ്കരിക്കുന്നത് പോലെ, ആദ്യ രാത്രിക്ക് വേണ്ടി അണിയറ ഒരുക്കുന്നത് പോലെ, സ്വർഗമേ എപ്പോഴും അണിഞ്ഞൊരുങ്ങി നിൽക്കണേ, എപ്പോഴും തയ്യാറായി നിൽക്കണേ. ഒരു പുതുമണവാളന്റെ മണിയറ പോലെ എപ്പോഴും നല്ല ഫ്രഷ്നെസ് ആയി, നല്ല ഡെക്കറേറ്റ് ചെയ്ത് അലങ്കരിച്ച് ഒരുങ്ങി നിൽക്കാൻ അല്ലാഹു തആല സ്വർഗ്ഗത്തോട് പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. എന്തിനാണ് അങ്ങനെ നിൽക്കാൻ പറയുന്നതെന്നറിയോ? എൻ്റെ അടിമകൾ നോമ്പ് നോറ്റ് വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, കഷ്ടപ്പെട്ട്, ആരും കാണുന്നില്ല, നല്ല ദാഹമുണ്ട്, ബാത്റൂമിൽ പോയി കുളിക്കുമ്പോൾ അറിയാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ആർക്കും അറിയില്ല. എന്നിട്ട് പോലും എന്തേ നമ്മൾ കുടിക്കാത്തത്? ഈ നോമ്പ് അള്ളാഹുവിന് വേണ്ടിയാണല്ലോ നമ്മൾ നോക്കുന്നത്. മാതാപിതാക്കൾക്കറിയില്ലല്ലോ, ഉമ്മമാർക്കറിയില്ലല്ലോ, നാട്ടുകാർക്കറിയില്ലല്ലോ, വേറെ നിറയെ വെള്ളം കുടിച്ചാൽ വരെ. എന്നിട്ട് പോലും നമ്മൾ രഹസ്യമായ സമയത്ത് പോലും ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ നോമ്പെടുക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് നീയത്തുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ അടിമകൾ ശക്തമായ ചുട്ടുപൊള്ളുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ നോമ്പെടുത്ത് ദാഹിച്ചവശരായി, ക്ഷീണിതരായി അവരെങ്ങാനും മരിച്ചുപോയാൽ അവരെ സ്വീകരിക്കാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കണമെന്ന് സ്വർഗ്ഗത്തോട് പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. 5ാമതായി അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് എന്താണ്? അവസാന രാത്രിയായാൽ, റമളാനിന്റെ അവസാന രാത്രി, ഒന്നുകിൽ അത് 29ാം രാത്രിയാണ്, അല്ലെങ്കിൽ അത് 30ാം രാത്രിയാണ്. അങ്ങനെ 29ാം രാത്രി അല്ലെങ്കിൽ 30ാമത്തെ രാത്രിയായാൽ 30 ദിവസക്കാലം നോമ്പെടുത്ത എല്ലാവരുടെയും എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. 30 ദിവസക്കാലം അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുത്ത എല്ലാവരുടെയും പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്നാ പറഞ്ഞത്. സർവ പാപങ്ങളും അല്ലാഹു മാപ്പ് നൽകുമെന്നാ പ്രിയപ്പെട്ടവരെ പറഞ്ഞത്. അപ്പോഴാണ് മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിക്കുന്നത്, അഹിയ ലൈലത്തുൽ ഖദ്രി യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ റസൂലേ, അത് ലൈലത്തുൽ ഖദ്ർ ആണോ? അവസാനത്തെ രാത്രിയാണോ ലൈലത്തുൽ ഖദ്ർ? എന്തുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ അവസാനത്തെ രാത്രിയിൽ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കാനുള്ള കാരണം? നബി തങ്ങൾ പറഞ്ഞില്ല അത് ലൈലത്തുൽ ഖദ്ർ അല്ല. പിന്നെയോ, ഒരു ജോലിക്കാരൻ ജോലി ചെയ്താൽ എന്നിട്ട് തിരിച്ചു പോകുന്നതിനും മുമ്പേ അയാൾക്ക് സാലറി കൊടുക്കുന്നത് പോലെ, വിയർപ്പ് വറ്റുന്നതിനും മുമ്പേ സാലറി കൊടുക്കുന്നത് പോലെ, പരിശുദ്ധ ഓരോ മാസങ്ങളിലും ജോലി ചെയ്ത് 5-ന് മുമ്പ് നമ്മൾക്ക് സാലറി ലഭിക്കുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, ഒരു മാസം നോമ്പെടുത്തതിന് സാലറി എന്ന രീതിയിൽ, പ്രതിഫലം എന്ന രീതിയിൽ, നന്ദി എന്ന രീതിയിൽ അവസാനത്തെ രാത്രി അവരുടെ എല്ലാ പാപങ്ങളും ഞാൻ പുറത്തു കൊടുക്കുകയാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അപ്പോൾ റമദാനിന്റെ അവസാനത്തെ രാത്രി അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. ആർക്ക്? ഖൽബിൽ പിണക്കമില്ലാത്തവർക്ക്, ഹൃദയത്തിൽ ചൊടിയില്ലാത്തവർക്ക്, വൈരാഗ്യമില്ലാത്തവർക്ക്, മാതാപിതാക്കളെ വെറുപ്പിക്കാത്തവർക്ക്, മയക്കുമരുന്നിന്റെയും കള്ളിന്റെയും കഞ്ചാവിന്റെയും ലഹരിയിൽ പെട്ടുപോകാത്ത ആളുകൾക്ക്, പ്രിയപ്പെട്ടവരെ, അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് ദുആ ചെയ്യാൻ, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഈ പരിശുദ്ധമായ റമളാൻ നമ്മുടെ കാൽ ചുവട്ടിൽ വന്നു നിൽക്കുന്ന ഈ സമയത്ത് ഖുർആൻ കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഖുർആനിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ, അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതലാണ് ഖൽബ് ശുദ്ധിയാവാനുള്ള വഴി, രോഗങ്ങൾ വരാതിരിക്കാനുള്ള വഴി. എന്ത് രോഗം? ക്യാൻസർ അല്ല, അതുപോലെ ശാരീരികമായ അസുഖങ്ങളല്ല. ഖൽബിന്റെ രോഗമെന്ന് പറയുന്നത് അസൂയയാണ്. അസൂയയിൽ നിന്നാണ് കൊലപാതകമുണ്ടാകുന്നത്, അസൂയയിൽ നിന്നാണ് പിണക്കമുണ്ടാകുന്നത്, അസൂയയിൽ നിന്നാണ് വൈരാഗ്യമുണ്ടാവുന്നത്, അസൂയയിൽ നിന്നാണ് പകയുണ്ടാവുന്നത്. വിറകിനെ തീ തിന്നുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ നന്മകളെയും അസൂയ തിന്ന് കളയുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. അസൂയ ഇല്ലാത്തവൻ അല്ലാഹു സ്വർഗം നൽകുമെന്നാണ്. ഖൽബിൽ അസൂയയുണ്ടെങ്കിൽ ഒരിക്കലും അല്ലാഹു സ്വർഗം നൽകാൻ പോകുന്നില്ല. അസൂയ പോലെയുള്ള എല്ലാവിധ മാനസികമായ അസുഖങ്ങളിൽ നിന്നും, ഖൽബിന്റെ രോഗങ്ങളിൽ നിന്നും നമ്മുടെ ഖൽബിനെ ശുദ്ധിയാക്കാൻ പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മളത് കേട്ടിരിക്കുകയും ഖൽബിലേക്ക് ആവാഹിച്ചെടുക്കുകയും വേണം. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഖാല ലിയൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് നബി തങ്ങൾ പറഞ്ഞു, ഇഖ്റ അലയ്യൽ ഖുർആൻ. ഇബ്നു മസ്ഊദേ, എനിക്ക് ഖുർആൻ ഓതി തരുമോ? ഇബ്നു മസ്ഊദേ, നബി തങ്ങൾക്ക് ഖുർആൻ ഓതി കൊടുക്കുന്നത് ജിബ്രീലാണ്. ജിബ്രീൽ ഓതി കഴിഞ്ഞാൽ നബി തങ്ങളാണ് സ്വഹാബാക്കൾക്ക് ഖുർആൻ ഓതി കൊടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ നബി തങ്ങൾ സ്വഹാബാക്കളോട് പറയുകയാണ്, എനിക്ക് ഖുർആൻ ഓതി തരുമോ എന്ന്. കേട്ടോ, എല്ലാ റമദാനായാലും ജിബ്രീൽ വന്നിട്ട് ഖുർആൻ ഒരു തവണ മുഴുവനും ഓതി കേൾപ്പിക്കുന്നു. എല്ലാ റമദാനായാൽ ജിബ്രീൽ വന്നിട്ട് ഒരു തവണ ഖുർആൻ മുഴുവനും ഓതി കേൾപ്പിക്കുന്നു. നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലേ? നബി തങ്ങൾ എല്ലാ റമദാനായാൽ ഒരു തവണ ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ ഓതി കൊടുക്കുന്നു, മുഴുവനും ഓതി കൊടുക്കും ഖുർആൻ. നബി തങ്ങൾ അതിങ്ങനെ കേട്ടിരിക്കും. നബി തങ്ങൾ കേട്ടിരിക്കുന്നു മാത്രമല്ല, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഇങ്ങനെ ഓതി കൊടുക്കുമ്പോൾ അത് കാണാതെ പഠിക്കാൻ വേണ്ടി നബി തങ്ങൾ എന്ത് ചെയ്യും? അവരുടെ കൂടെ ഓതും, ജിബ്രീലിന്റെ കൂടെ ഓതും. അപ്പൊ നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ലാ തുഹല്ലിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, നിങ്ങൾ തിരക്ക് കൂട്ടിയിട്ട് പഠിക്കല്ലേ, ഞാൻ ഓതുന്നത് കേട്ടാ മതി. ലാ തുഹല്ലിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, ഞാൻ ഓതി തീരുന്നതിനും മുമ്പേ നിങ്ങളത് പഠിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടല്ലേ. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആനഹു, ഞാനാണ് നാമാണ് അല്ലാഹുവാണ് ഖുർആൻ നിങ്ങളുടെ ഖൽബിൽ ഒരുമിച്ച് തരുന്നത്, കൂട്ടിത്തരുന്നത്, നിങ്ങൾക്ക് മനപ്പാഠമാക്കി തരുന്നത് അല്ലാഹുവാണ്. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആനഹു, നിങ്ങൾ അങ്ങനെ പേടിച്ച് ധൃതി കൂട്ടി പഠിക്കാൻ ശ്രമിക്കണമെന്നില്ല. അല്ലാഹു നിങ്ങളുടെ ഖൽബിലേക്ക് ആ ഖുർആൻ ഇട്ട് തരുമെന്ന് അല്ലാഹു പറയുന്നുണ്ട്.
ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആനഹു, ഞാൻ അങ്ങനെ ഖുർആൻ ഓതി തന്നാൽ നിങ്ങളത് കേട്ടാൽ മതി, നിങ്ങളത് പിന്തുടർന്നാൽ മതി, നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. ഫുമ്മ ഇന്ന അലൈനാ ബയാനഹു, പിന്നെ ഞാനത് എന്താണെന്ന് വ്യക്തമായി വിശദീകരിച്ചു തരാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാനിൽ ഒരു തവണ മുഴുവനും പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഹബീബിന് ഓതി കേൾപ്പിക്കാറുണ്ടായിരുന്നു. അവസാനത്തെ റമദാനായപ്പോ, നബി തങ്ങളുടെ വഫാത്തിന്റെ തൊട്ടു മുമ്പുള്ള റമദാനിൽ 2 തവണയാണ് അല്ലാഹുവിന്റെ ഹബീബിന് ഖുർആൻ ഓതി കേൾപ്പിച്ചത്. 2 തവണ. ഷാഫി ഇമാമിനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്, ദിവസവും ഒരു ഖത്തം ഓതാറുണ്ടായിരുന്നു. ഇമാമുന ഷാഫിഈ തങ്ങള് ദിവസവും ഒരു ഖത്തം ഓതി തീർക്കാറുണ്ട്. റമദാനായാലും അല്ലേലും ദിവസവും ഒരു ഖത്തം ഓതി തീർക്കാറുണ്ട്. ഒരു മാസത്തിൽ 30 ഖത്തമാ ഓതി തീർക്കാറുള്ളത്. എന്നാൽ റമദാനായാൽ ഒരു ദിവസം തന്നെ 2 ഖത്തം ഓതാറുണ്ട്. റമദാനിൽ 60 ഖത്തം ഓതി തീർക്കാറുണ്ടായിരുന്നു മഹാനായ ഇമാമുന ഷാഫിഈ തങ്ങൾ റമദാനായാൽ 2 ഖത്തം ഓതി തീർക്കാറുണ്ട്. 2 ഖത്തം ഒരു ദിവസത്തില്, ഒരു മാസത്തിൽ 60 ഖത്തം ഓതി തീർക്കാറുണ്ടായിരുന്നു. കാരണം റമദാൻ ഖുർആനിന്റെ മാസമാണ്, ഖുർആൻ മുറുകെ പിടിക്കേണ്ട മാസമാണ്, ഖുർആൻ ഖൽബിലേക്ക് കയറ്റേണ്ട മാസമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ 2 കാര്യം ഏൽപ്പിച്ചു പോവാണ്. ആ 2 കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഞാൻ നിങ്ങളെ 2 കാര്യം ഏൽപ്പിച്ചു പോവാണ്. ആ 2 കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടൂല. ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ. അവ 2ഉം മുറുകെ പിടിച്ചാൽ പരാജയം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. എന്താണ് പരാജയം എന്ന് പറഞ്ഞാൽ? ഭൗതികമായ നേട്ടങ്ങളിൽ പരാജയമുണ്ടാവൂല, പാരത്രിക ലോകത്തെ കാര്യങ്ങളിലും പരാജയമുണ്ടാവൂല. അന്തസ്സോടെ അഭിമാനത്തോടെ നെഞ്ചു വിരിച്ച് പ്രിയപ്പെട്ടവരെ, നട്ടെല്ല് പണയം വെക്കാതെ, ആദർശം പണയം വെക്കാതെ ഒരു ദീനിയായി, ഒരു പ്രാക്ടിക്കൽ മുസ്ലിമായി ജീവിക്കാൻ പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കണമെന്നാ പറഞ്ഞത്. ഖുർആൻ മുറുകെ പിടിച്ചതിന്റെ പേരിൽ ഒരാൾക്കും മറ്റൊരാളുടെ മുമ്പിൽ നട്ടെല്ല് പണയം വെക്കേണ്ടി വരില്ല. ഹിജാബിന്റെ വിഷയമായാലും, ത്വലാഖിന്റെ വിഷയമായാലും, പാപരിയുടെ വിഷയമായാലും, ഏത് മതചിഹ്നങ്ങളായാലും, മതത്തിന്റെ അടയാളമായാലും ഖുർആൻ മുറുകെ പിടിക്കുന്നവർ ഒരാളുടെ നട്ടെല്ല് വളയൂല. അയാളുടെ ആദർശം അയാള് സമ്പത്തിന്റെ മുന്നിൽ പണയം വെക്കൂല, രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിൽ പോയി പണയം വെക്കൂല. മുസ്ലിമീങ്ങൾക്ക് പലപ്പോഴും വെല്ലുവിളിയാകുന്നത് മുസ്ലിമീങ്ങൾ തന്നെയാണല്ലോ. ഏത് വിധി വരുമ്പോഴും മുസ്ലിമീങ്ങൾക്ക് വെല്ലുവിളിയാകുന്നത് മുസ്ലിമീങ്ങൾ തന്നെയാണ്, അല്ലേ? ഹിജാബിന്റെ വിഷയം വരുമ്പോൾ മുസ്ലിമീങ്ങളിൽ തന്നെ 2 വിഭാഗം. ഒരു വിഭാഗം പറയുന്നു ഹിജാബ് എന്തിനാണ് എന്ന്. വഖഫിന്റെ വിഷയം വരുമ്പോൾ തന്നെ മുസ്ലിമീങ്ങളിൽ 2 വിഭാഗം. ഒരു വിഭാഗം പറയുന്നു വഖഫിൽ മുസ്ലിമീങ്ങളുടെ ആവശ്യം എന്ത് എന്ന്, അല്ലേ? നിയമസഭയിലായാലും രാജ്യസഭയിലായാലും പ്രിയപ്പെട്ടവരെ, മുസ്ലിമിന്റെ ഒരു പ്രശ്നം വരുമ്പോ, മുസ്ലിമിനെ ബാധിക്കുന്ന ഒരു വിഷയം വരുമ്പോ മുസ്ലിമിന്റെ കൂടെ നിൽക്കാൻ മുസ്ലിമീങ്ങൾ തന്നെ ഇല്ലാത്ത കാലമാണിത്. നിങ്ങൾ കണ്ടതല്ലേ, പേര് പറയേണ്ട ആവശ്യമുണ്ടോ ഞാൻ? നിങ്ങൾ കണ്ടതല്ലേ, നിയമസഭയായാലും രാജ്യസഭയായാലും. എന്തുകൊണ്ട്? അവരുടെ നട്ടെല്ല് പണയം വെക്കുന്നു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി, അവരുടെ നട്ടെല്ല് പണയം വെക്കുന്നു സമ്പത്തിന്റെ മുമ്പിൽ, പാർട്ടിക്ക് വേണ്ടി, നേതാക്കൾക്ക് വേണ്ടി, ദുനിയാവിന് വേണ്ടി. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ നമ്മൾ മുറുകെ പിടിച്ചാൽ ലൻ തളില്ലു, ഒരിക്കലും പരാജയപ്പെടൂല. ഒരാളുടെ മുമ്പിലും മുട്ട് വളക്കേണ്ടി വരൂല. ഒരാളുടെ മുമ്പിലും നമ്മുടെ മുട്ടുകൾ വിറച്ചു പോവൂല. അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി മരിക്കുന്നത് വരെ ജീവിക്കാൻ നമ്മൾക്ക് കഴിയും. അതുകൊണ്ട് 2 കാര്യം നിങ്ങൾ മുറുകെ പിടിക്കണം. 1 ഖുർആനാണ്, 2 സുന്നത്താണ്. ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്ന ഒരാളുടെ മുമ്പിലും മുട്ട് വളക്കേണ്ടി വരൂല, കുനിഞ്ഞു നിൽക്കേണ്ടി വരൂല. അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങുവീൻ, ഖുർആനിനെ കുറിച്ച് പഠിക്കുവീൻ, ഖുർആനിനെ കുറിച്ച് റിസർച്ച് ചെയ്യുവീൻ. ഹാഫിലീങ്ങൾ മാത്രമായാൽ പോരാ,
ഖുർആനിനെ കുറിച്ച് ഗവേഷണം നടത്തുന്ന PhD ചെയ്യുന്ന റിസർച്ച് സ്കോളർമാരായി മാറണം പ്രിയപ്പെട്ടവരെ. അക്കാഡമിക്കലായി ഖുർആനിന്റെ വിഷയങ്ങൾ സമർത്ഥിക്കാൻ കഴിയുന്ന വലിയ വലിയ പണ്ഡിതന്മാരായി നമ്മൾ മാറണം. ഖുർആനിലേക്ക് നമ്മുടെ മക്കളുടെ ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിപ്പിക്കണം. രണ്ടും പഠിപ്പിക്കണം. ഭൗതികം വേണം, മതം വേണം. വെറും ഭൗതികതയുടെ പിന്നാലെ പോവാതെ, വെറും മതത്തിന്റെ മാത്രം പിന്നാലെ പോവാതെ, രണ്ടും സമന്വയിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ നാടിന്, നമ്മുടെ ദീനിന് കാവൽ ഭടന്മാരാവാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനാദ്യം നമ്മൾ ഖുർആൻ മിനിമം ഓതുന്നവരെങ്കിലും ആവണം.